നമസ്കാരം, എൻ്റെ പേര് യൂനുസ്. ഞാൻ ഈ തിയേറ്ററിൻ്റെ ചരിത്രവും ഇത് തുടങ്ങാനുണ്ടായിരുന്ന സാഹചര്യത്തിലേക്കാണ് ആദ്യം തന്നെ പറയുന്നത്. 2022 ഇവിടെ ഇങ്ങനെ ഒരു തിയേറ്റർ കോംപ്ലക്സ് വരുന്നത്. ഇതിൻ്റെ തുടക്കത്തിൽ നമുക്കിങ്ങനെ ഒരു മാള് എന്ന രീതിയിൽ ഒരു പദ്ധതി ഇല്ലായിരുന്നു. ഞാൻ സൂചിപ്പിച്ച പോലെ ഈ തിയേറ്ററിൻ്റെ ഉടമസ്ഥൻ ശ്രീ സജിത്ത്, അദ്ദേഹം വിദേശത്ത് ബിസിനസ്സൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ അയാൾ ലോകം മൊത്തം ട്രാവൽ ചെയ്യുമ്പോൾ ഒട്ടേറെ ഞങ്ങളുടെയൊക്കെ ബാല്യം ഈ നാട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ ഈ പണ്ടത്തെ കാലത്ത് കൊട്ടകകളിൽ നിന്ന് കണ്ട ഓർമ്മകളിൽ നമ്മൾ വിദേശത്തൊക്കെ വളരെ സൗകര്യത്തോടു കൂടി വലിയ തിയേറ്ററുകൾ കാണുമ്പോൾ അദ്ദേഹം നമ്മളോടൊക്കെ ആയിട്ട് പങ്കുവെക്കുമായിരുന്നു. നമ്മുടെ നാട്ടിലും ഇതിനോട് കിടപിടിക്കുന്ന സാധനം കൊണ്ടുവരണം. അന്നതൊരു തമാശയായി നമുക്ക് തോന്നിയെങ്കിലും പിന്നീട് അദ്ദേഹം സീരിയസ് ആയിട്ട് ഈ രംഗത്തേക്ക് വരികയും ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പരമാവധി ടെക്നിക്കൽ ഉപദേശങ്ങൾ കണ്ടെത്താൻ നമ്മളോട് നിർദ്ദേശിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ അതിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഈ രംഗത്തെ പ്രമുഖരായ പലർക്കും നമ്മൾ ഇമെയിലിലും ഒക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. റസൂൽ പൂക്കുട്ടി അടക്കമുള്ള പലരെയും നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ സൗണ്ട് എങ്ങനെയായിരിക്കണം, പ്രൊജക്ടർ എങ്ങനെയാണ്, എന്താണ് സിനിമ, അങ്ങനെ കുറേ യാത്ര ചെയ്തു. ഡൽഹിയിലും ബോംബെയിലും മദ്രാസിലൊക്കെ പോയി പല തിയേറ്ററുകളും കണ്ടു. അപ്പോൾ അങ്ങനെയാണ് ഈ തിയേറ്റർ എന്നൊരു ആശയത്തിലേക്ക്, ഒരു സ്ക്രീൻ എന്ന ആശയത്തിലേക്ക് വന്നത്. 3 സ്ക്രീനുകളായി. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സൗണ്ട് എഞ്ചിനീയറായ രാമകൃഷ്ണൻ സാറാണ് നമുക്ക് സൗണ്ടിൻ്റെ ആദ്യ ഡ്രാഫ്റ്റ് ഉണ്ടാക്കി തന്ന്. അദ്ദേഹമാണ് ഇവിടെ താര എന്ന് പറയുന്നൊരു തിയേറ്റർ ഡിസൈൻ ചെയ്തു. ഈ തിയേറ്ററുടെ പേരിലേക്ക് വരുന്നതും രസകരമായൊരു സംഭവമാണ്. കൺസ്ട്രക്ഷൻ സമയത്ത് തന്നെ ആളുകൾക്ക് ഇതൊരു കൗതുകമായിരുന്നു. ഒരു തിയേറ്റർ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടിനൊരു ഉത്സവമാണല്ലോ. അപ്പം നമ്മൾ തിയേറ്റർ സ്ക്രീനിന് എന്ത് പേരിടും, ഓഡി 1, 2, 3 എന്ന് മതിയോ അതോ ഇൻഡിവിജ്വലായിട്ട് പേര് വേണമെന്ന് ചോദിച്ചപ്പോൾ പലരും പല പേരുകൾ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളതിനൊരു മത്സരം സംഘടിപ്പിച്ചു. 1ാം സ്ഥാനം കിട്ടുന്ന ആളുകൾക്ക് രാമോജി ഫിലിം സിറ്റി ഹൈദരാബാദിൽ കാണാനുള്ള അവസരം. വളരെ വാശിയേറിയ മത്സരത്തിൽ ഏറ്റവും നന്നായി നിർദ്ദേശിക്കപ്പെട്ട ഒരു ജൂറി ഉണ്ടായിരുന്നു. ആ ജൂറിയിലും പ്രശസ്തരായ സാഹിത്യകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരൊക്കെ ആയിരുന്നു. അവർ തിരഞ്ഞെടുത്തത് ഈ നാട്ടിൽ മുമ്പ് പ്രവർത്തിക്കുകയും പിന്നീട് കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ പൂട്ടിപ്പോവുകയും ചെയ്ത ചില പഴയകാല തിയേറ്ററുകൾ. അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കാലത്ത് ആ തിയേറ്റർ കെട്ടിയവരോടുള്ളൊരു ആദരവും പിന്നെ ആളുകളുടെ ഒരു വലിയ നൊസ്റ്റാൾജിയൊക്കെ ആയിരുന്നു. കൊപ്പത്ത് ശോഭ എന്ന് പറഞ്ഞൊരു തിയേറ്റർ വളരെ കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്തൊക്കെ ഞങ്ങൾ കണ്ടിരുന്ന ശോഭയിൽ നിന്നാണ്. അതുപോലെ തന്നെ പാലത്തിനപ്പുറത്ത് വിജയ എന്ന് പറഞ്ഞ് പുലാമന്തോളിലൊരു തിയേറ്റർ ഉണ്ടായിരുന്നു. അതും അപ്പുറത്ത് താര എന്ന് പറഞ്ഞൊരു ചെറിയ കൊട്ടക കുളത്തൂരിലുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. ഇതറിഞ്ഞിട്ട് ഈ വിജയ എന്ന് പറയുന്ന സ്ത്രീ ഇപ്പോൾ കോഴിക്കോട് ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പലാണ്. അവരതറിഞ്ഞ് അവർ ഞങ്ങളെ വിളിക്കുകയുണ്ടായി. ഇതൊരു വല്ലാത്ത അച്ഛൻ ചെയ്ത ഒരു കർമ്മത്തിന് കുറേ കാലത്തിന് ശേഷം കിട്ടുന്നൊരു ആദരവ് എന്ന നിലയിൽ വളരെ സന്തോഷത്തോടു കൂടി അവർ പറയുകയുണ്ടായി. അപ്പോൾ നാട്ടുകാരുടെ താല്പര്യവും നാട്ടുകാരുടെ ഒരു പ്രചോദനവുമാണ് സത്യത്തിൽ ഈ തിയേറ്ററുകൾക്ക് ഇങ്ങനൊരു പേരിടാൻ, പഴയ കാലത്ത് പൊട്ടിപ്പോയിട്ടുള്ള ഒട്ടകകളുടെ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് പേരിടാനുണ്ടായ കാരണം. ഇതിലാണ് ഭീഷ്മപർവം, അമൽ നീരദിൻ്റെ ഭീഷ്മപർവം പടത്തോട് കൂടിയിട്ടാണ് ഉദ്ഘാടനം നടന്നത്. ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രശസ്ത സംവിധായകനും നടനുമായ ശ്രീ മധുബാൽ സാറാണ്. മധുബാൽ സാർ പ്രത്യേക ഇൻട്രസ്റ്റ് എടുത്ത് അദ്ദേഹം അവിടുന്ന് ഇവിടെ വന്ന് അത് ചെയ്യാണ്. അതിനോട് ചേർന്നൊരു സാംസ്കാരിക സമ്മേളനമൊക്കെ ഉണ്ടായിരുന്നു. സാധാരണ തിയേറ്ററുകൾക്ക് പരിചയമില്ലാത്ത രീതിയിൽ മനോരമയിലും ഭാഷാഭൂഷണിയിലൊക്കെ ഉണ്ടായിരുന്ന KC നാരായണൻ സാറ്, അമേരിക്കൻ കോൺസുലേറ്റിൽ ജോലി ഉണ്ടായിരുന്ന ഷാജഹാൻ മടമ്പാട്ട്, ഹാഫീസ് മുഹമ്മദ് എഴുത്തുകാരൻ, P. രാമൻ കവി, അങ്ങനെ കുറേ ആളുകൾ വന്ന് ഇവിടെ ഒരു സാംസ്കാരിക സമ്മേളനമൊക്കെ ആയിട്ട് വളരെ ആഘോഷപൂർവ്വമാണ് നമ്മുടെ ഉദ്ഘാടനമൊക്കെ ഉണ്ടായത്. പിന്നീടും പലതവണ മധുബാൽ സാർ എപ്പോൾ പോകുമ്പോഴും ഈ തിയേറ്റർ എൻ്റെ ഒരു പേഴ്സണൽ പ്രൈഡാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വരാറുണ്ട്. ഈ തിയേറ്ററിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തത് ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ. നമ്മൾ നേരിട്ട് ഡോൾബി അമേരിക്കയ്ക്ക് എഴുതിയായിരുന്നു. ഇങ്ങനെ നമുക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ അവരുടെ പ്രതിനിധി ഇവിടെ വരികയും ബോംബെയിൽ നിന്ന് അവർ വരികയും അവർ ഉദ്ഘാടനത്തിൽ സജീവമായി പങ്കെടുക്കുകയൊക്കെ ഉണ്ടായി. അതിനുശേഷം അദ്ദേഹം ഡോൾബി USA ഇവിടെ ഒരു പത്രസമ്മേളനം നടത്തി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കോയമ്പത്തൂരിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ കുറേ പത്രപ്രവർത്തകരൊക്കെ വന്നിരുന്നു. അപ്പോൾ വളരെ ആഘോഷപൂർവ്വം ഒരു ഗ്രാമത്തിൽ ഇത്തരം ഒരു സംഭവം തുടങ്ങുന്നു എന്ന് അവർ ഡോൾബി തന്നെ പറയുകയുണ്ടായി. ഈ മറ്റെങ്ങും കാണാത്ത ഡോൾബിയുടെ സ്പീക്കേഴ്സാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്, SLS സ്പീക്കേഴ്സ്. അപ്പോൾ അതിന് പലരും സിനിമകൾ കാണുമ്പോൾ പല സൗണ്ട് റെക്കോർഡിസ്റ്റുകളൊക്കെ പലപ്പോഴും വന്ന് പറയാറുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എടക്കയുടെ സൗണ്ട് മിക്ക തിയേറ്ററിലും കിട്ടില്ല. എടക്ക വളരെ മൈന്യൂട്ടായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്.
പക്ഷെ നമ്മളെ തിയേറ്ററിൽ വന്നാൽ വളരെ കൃത്യമായിട്ട് എല്ലാ ശബ്ദവിധാനങ്ങളെയും സ്വരഭേദങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എന്ന് പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്.